പാലക്കാട് മണ്ണാർക്കാടിനടുത്ത് കരിമ്പയിൽ ചരക്ക് ലോറി പാഞ്ഞുകയറി 4 കുട്ടികൾക്ക് ദാരുണാന്ത്യം. കരിമ്പ ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ മിത, റിത, ഇർഫാന, ആയിഷ എന്നിവരാണ് മരിച്ചത്. സ്കൂളിലെ പരീക്ഷയ്ക്ക് ശേഷം നടന്നു പോവുകയായിരുന്ന വിദ്യാർത്ഥികൾക്കിടയിലേക്കാണ് സിമന്റ് കയറ്റി വന്ന ലോറി പാഞ്ഞുകയറിയത്. അപകടത്തിന് മുമ്പുള്ള CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. വിശദമായ റിപ്പോർട്ടിലേക്ക്. അപകടമുണ്ടാക്കിയ ലോറി ഇവിടെ നിന്ന് നീക്കുന്ന നടപടികളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. JCB ഉപയോഗിച്ച് ഇത് ഇവിടെ നിന്ന് നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം ഏതാണ്ട് 4 മണിയോടുകൂടിയാണ് നാടിന് നടുക്കി അപകടമുണ്ടാകുന്നത്. 4 കുട്ടികൾക്കാണ് ജീവൻ നഷ്ടമായത്. അതിൽ തന്നെ ഒരു കുട്ടിയുടെ അമ്മയുടെ കൺമുന്നിൽ വെച്ചാണ് ഈ അപകടമുണ്ടായത് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അധികം വേദന നൽകുന്ന കാര്യം. ഈ അപകടമുണ്ടായത് നമുക്കറിയാം, പാലക്കാട് ഭാഗത്തു നിന്ന് വരികയായിരുന്ന ഈ ലോറിയാണ് അപകടമുണ്ടാക്കിയത്. മണ്ണാർക്കാട് ഭാഗത്തു നിന്നും ഒരു ലോറി വന്നിരുന്നു. ഈ 2 ലോറികളും തമ്മിൽ ആദ്യം കൂട്ടിയിടിക്കുന്നു. പിന്നീട് പാലക്കാട് ഭാഗത്ത് നിന്ന് വരികയായിരുന്ന ഈ ലോറി കുട്ടികളുടെ മേലേക്ക് പാഞ്ഞു കയറുകയും ഈ ലോറി ഇപ്പുറത്തേക്ക്, അതായത് ഈ വീടിൻ്റെ ഭാഗത്തേക്ക് മറയുകയുമായിരുന്നു. കുട്ടികളൊക്കെ തന്നെ അതിനുള്ളിൽ അകപ്പെടുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഈ 4 കുട്ടികൾക്കും ജീവൻ നഷ്ടമായത്. 3 പേരെ ഇസാഫ് ആശുപത്രിയിലും അതോടൊപ്പം തന്നെ ഒരാളെ മദർ കെയർ ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചത്. പക്ഷെ അവിടെ എത്തിക്കുമ്പോഴേക്കും തന്നെ കുട്ടികളുടെ ജീവൻ നഷ്ടമായിരുന്നു. 3 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇതിനോടകം തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പൂർത്തിയായിട്ടുണ്ട്. രാവിലെ 5 മണിക്ക് ഈ ജില്ലാ ആശുപത്രിയിൽ നിന്ന് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറും. ആംബുലൻസുകളിൽ അത് വീടുകളിലേക്ക് എത്തിക്കും. തുടർന്ന് ഇവിടെ തന്നെ ഒരു ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ അടക്കമുണ്ടാവുക. എന്തായാലും ഇതൊരു സ്ഥിരം അപകട മേഖലയാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്ന് നാട്ടുകാർ ഉയർത്തിയിരുന്നു. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു സ്ഥിരം അപകട മേഖലയാണ്. പലതവണ ഇവിടെ അപകടങ്ങൾ ഉണ്ടായിട്ടും അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരുടെയും ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന് കാണിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം അവരിന്ന് ഉയർത്തുന്ന സാഹചര്യവും ഉണ്ടായി. ഏതാണ്ട് 2 മണിക്കൂറോളം ഈ പാതയിൽ ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് ADM നടത്തിയ ചർച്ചയെ തുടർന്ന് നാളെ തന്നെ ഇവിടുത്തെ പ്രദേശവാസികളുമായി ചർച്ച നടത്തുമെന്ന ഉറപ്പിന്മേലാണ് ഈ പ്രതിഷേധങ്ങൾ അവസാനിപ്പിച്ചത്. എന്തായാലും ആ കുരുന്നുകൾക്ക് വേണ്ടി, ആ കുട്ടികളെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി നാളെ ഈ പൊതുദർശനം നടക്കുന്ന സ്ഥലത്തേക്ക് കൂടുതൽ ആളുകൾ എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ലോറി ഇവിടെ നിന്ന് നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രാജീവ് സുദേവനൊപ്പം കരിമ്പയിൽ നിന്ന് നിഖിൽ പ്രമേഷ്, 24.